മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂർ MES സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒരു അലുമിനി മീറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. 1990 തിരൂർ MES സെൻട്രൽ സ്കൂൾ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 2025 വർഷമാകുമ്പോൾ ഏകദേശം 35ഓളം വർഷത്തിന്റെ ഒരു പാരമ്പര്യവും പൈതൃകവും ഈ ഒരു സ്കൂളിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 35ാമത്തെ വർഷം ഒരു അലുമിനി ഫോം ചെയ്യാനാണ് ഇതിന്റെ ഭാരവാഹികൾ ഇങ്ങനെ ചർച്ചകൾ വന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ 2025 ഡിസംബർ 27 തിരൂർ MES സെൻട്രൽ സ്കൂളിന്റെ ക്യാമ്പസിൽ വെച്ചിട്ട് തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അതിൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും പങ്കെടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട്. അതായത് പാസ്സായി പോയവർ മാത്രമല്ല, ചിലപ്പോൾ ഒരു മാസം വന്നവരുണ്ടാവും, ചിലപ്പോൾ ഒരാഴ്ച മാത്രം സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് വേറെ പല കാരണങ്ങൾ കൊണ്ട് പോയ പല ആളുകളുണ്ടാവും. അപ്പൊ സ്കൂളിൽ ഉണ്ടായിരുന്ന ആർക്കും ഈ ഒരു അലുമിനി പങ്കെടുക്കണ രീതിക്കാണ് നമ്മൾ ഇതിന്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല ഇതൊരു വ്യത്യസ്ത രീതിയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു സ്കൂൾ ഡേ, നമ്മൾ സ്കൂൾക്ക് MES സെൻട്രൽ സ്കൂൾ പഠിച്ചിരുന്ന ഓരോ ആളുകൾക്കും അറിയാം ഇത് എങ്ങനെയാണ് ഒരു സ്കൂൾ ഡേ എന്നുള്ളത്. അതായത് ഇപ്പൊ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് സാധാരണ നമ്മുടെ സ്കൂളിൽ ഉണ്ടാവല് നമ്മൾ നോട്ടീസ് ബോർഡിൽ വന്നിട്ട് പേര് നോക്കും, അല്ലെങ്കിൽ നമ്മുടെ പേര് ഏത് ക്ലാസ്സിൽ ഏത് ഡിവിഷനിലാണ് നോക്കും. എന്നിട്ടാണ് നമ്മൾ ക്ലാസ് റൂമിൽ പോവുക. അതിനുശേഷം നമുക്ക് എന്തുണ്ടാവും, അസംബ്ലി ഉണ്ടാവും, പിന്നെ നമ്മുടെ പീരീഡ്സ് ഉണ്ടാവും, ലഞ്ച് ബ്രേക്സ്. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു ഡേ ഇൻ എ സ്കൂൾ എന്നുള്ള ഒരു റീക്രിയേഷൻ ആണ് നമ്മളുടെ ഓർമ്മകളിലുള്ള നമ്മളുടെ ഒരു സ്കൂൾ ദിവസം നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ഷെഡ്യൂൾഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അറിയിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ എന്താക്കുകയാണ്, ലോകത്തിന്റെ വ്യത്യസ്ത നാനാഭാഗങ്ങളിൽ നമ്മളുടെ MES പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് നിലകളിൽ എത്തിയ ആളുകളൊക്കെ MES സ്റ്റുഡൻസ് ആയിട്ട്, അലുമിനി സ്റ്റുഡൻസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോമേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ അറിഞ്ഞ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് അലുമിനി ആക്കുന്നതിന്റെ ഭാഗമായിട്ട്, അറിയിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം നമ്മൾ വിളിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു പരിപാടിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ അലുമിനിക്ക് ഒരു പേര് നൽകിയിട്ടുള്ളത് റിമിസ്ഫിയർ എന്നുള്ളതാണ്. അതായത് തിരിച്ചു വീണ്ടും നമ്മൾ നമ്മുടെ സർക്കിളിലോട്ട് തിരിച്ചെത്തുക എന്നൊരു അർത്ഥത്തിലാണ് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു കോൺടെസ്റ്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു, ഒരു ഗൂഗിൾ ഫോം കോൺടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തന്നെ അലുമിനീസ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേരാണ് റിമിസ്ഫിയർ എന്നുള്ളത്. ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യം അതോടൊപ്പം തന്നെ അതിന്റെ ലോഗോ ഡിസൈൻ ചെയ്തതും നമ്മുടെ തന്നെ അലുമിനി മെമ്പേഴ്സ് ആണ്. രോഹിത് നമ്മുടെ അലുമിനി മെമ്പറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ രീതിയിലാണ് ഈ ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു 1 ഡേ പ്രോഗ്രാം ആയിട്ടാണ് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5-5:30 വരെയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ എല്ലാ MES പഠിച്ചിട്ടുള്ള എല്ലാ ആളുകളും, ഇപ്പൊ ഇത് കേൾക്കുന്നത് ചിലപ്പോൾ അവരുടെ രക്ഷിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവും, റിലേറ്റീവ്സ് ആവും, ഇവരൊക്കെ നിങ്ങളുടെ കുടുംബത്ത് പഠിച്ചിരുന്ന തിരൂർ MES പഠിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ആളുകളും നിങ്ങൾ ഇൻഫോർമേഷൻ അറിയിക്കണം. അതിന് രജിസ്ട്രേഷൻ ആയിട്ട് QR കോഡും അതേപോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ ഒക്കെ നമ്മളിലോട്ട് എത്താനുള്ള എന്ത് സഹായവും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഇതൊക്കെ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഇതൊരു മെഗാ ഇവന്റ് ആക്കി മാറ്റണം എന്നുള്ള ഒരു അറിയിപ്പായിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. താങ്ക് യു. അപ്പോ പവാസ് പറഞ്ഞ പോലെ നമ്മൾ ഈ ഡിസംബർ 27 ശനിയാഴ്ച MES വെച്ച് ഒന്നുകൂടി ഒത്തുകൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ഇതൊരു ക്ഷണമായിട്ട് സ്വീകരിച്ച് എല്ലാവരും സെൽഫ് വളണ്ടിയേഴ്സ് ആയിട്ട് ബാക്കിയുള്ളവരും കൂടി അറിയിക്കുക. എല്ലാവരും ഒത്തുചേർന്ന് സ്കൂളിലെ പരിപാടിക്ക് എല്ലാവരും ഒരുമിച്ച് ഇവിടെ മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 35 വർഷത്തോളം ആയി MES തിരൂര് സ്ഥാപിതമായിട്ട്. അതിൽ നിന്നും ഒരുപാട് പേര് നമുക്ക് പഠിച്ചിറങ്ങിയതുമുണ്ട്, അതുപോലെ തന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. ഇവരെല്ലാവരും കൂടിയുള്ള ഒത്തൊരുമിച്ചിട്ടുള്ള ഏകദേശം ഇന്ന് MESന്റെ ചരിത്രത്തിൽ, നമ്മളുടെ തിരൂർ MESന്റെ ചരിത്രത്തിൽ ഇതുവരെ നടന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അലുമിനി മീറ്റാണ് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ടീം മെമ്പേഴ്സും എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വിജയകരമാക്കണമെങ്കിൽ അതിൽ പാർട്ടിസിപ്പൻസ് ആണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ എല്ലാ വിദ്യാർത്ഥികളും, അതുപോലെ തന്നെ ഇവിടുന്ന് പഠിപ്പിച്ചു പോയ എല്ലാ അധ്യാപകരെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു ദിനം, രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഒരു ദിനം എന്നതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ആ സർക്കിളിലേക്ക് ഏറ്റവും എല്ലാ ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ളതും കൂടിയാണ് അറിയിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു രജിസ്ട്രേഷൻ ഫോമിന് ലിങ്ക് ഉണ്ട്, www.mes.tirur.alumni.com എന്നുള്ളതാണ്. ഈ വെബ്സൈറ്റിലൂടെയും രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ ഫോൺ നമ്പറും ഉണ്ട്, തീർച്ചയായും അത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിലൂടെ രജിസ്റ്റർ ചെയ്തിട്ടും കൂടി പങ്കെടുക്കുക എന്നുള്ളതാണ്. 9496847565
ഈ നമ്പറിലേക്ക് കോൾ ചെയ്തോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ രജിസ്റ്റർ ചെയ്യാം. നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിലൂടെയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതൊരു പരിപാടി മുന്നോട്ട് പോകുന്ന ഒരു കമ്മിറ്റി വേണം. അപ്പൊ അതിന്റെ ഭാരവാഹികളെ നമ്മൾ ഇതിനോടകം തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനോടകം നമ്മളൊരു അഡോക് കമ്മിറ്റി, കോർ കമ്മിറ്റി ഒക്കെ കൂടിയിട്ട് നമ്മളൊരു വർക്കിംഗ് കമ്മിറ്റിനെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാരവാഹികളുടെ ലിസ്റ്റ് ഇവിടെ നമ്മൾ പത്രസമ്മേളനത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ചെയർമാനായിട്ട് ഞാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. സെക്രട്ടറി ആയിട്ട് റസാഖാണ്. അതേപോലെ ട്രഷററായിട്ട് ഡോക്ടർ ജുനൈദാണ്. വൈസ് ചെയർമാനായിട്ട് സി മുഹമ്മദ് നിഷാദ്, രോഹിത്, ഡോക്ടർ ഷാലിമ ഷഫീഖ്. അതേപോലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജയ്സൽ, ഡോക്ടർ അനീസ്, ഡോക്ടർ പ്രസീൻ, റാനിയ മുസ്തഫ എന്നിവരെയാണ് ഇപ്പോൾ നമ്മൾ ഭാരവാഹികളായിട്ട് ഈ പരിപാടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്.